ഒന്ന് റീന ഉണ്ട്, രണ്ട് പേര്, മൂന്ന് പേര് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മളിത് അവസാനിപ്പിക്കണമല്ലോ 3:00. സോ റീന റോക്ക് ഇവിടുത്തെ ഒരു നല്ല മാധ്യമ പ്രവർത്തക കൂടിയാണ്. ക്വസ്റ്റ്യൻസ് എനിക്ക് വന്നു മൈക്കിട്ട് ഗുഡ് ആഫ്റ്റർനൂൺ രമേഷ് ജി, ഞങ്ങളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട രമേഷ് ജി. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം എനിക്കൊരു അവസരം കിട്ടിയായിരുന്നു ഒരു പൊന്നാട ഇടാനായിട്ട്. ഓക്കെ, ഇന്ന് രണ്ട് ക്വസ്റ്റ്യൻ വരുന്നുള്ളൂ, വലിയ സ്റ്റേജിലാണെന്ന് നോക്കണം. സോ എൻ്റെ രണ്ട് ക്വസ്റ്റ്യൻ ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, നമുക്കറിയാം പൊതുപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ട് ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു മാന്യദേഹമാണ്. വളരെ നാളുകൾക്ക് കൊച്ചിലെ തൊട്ട് ഞങ്ങൾ കണ്ടു വളരുന്ന ഒരു മുഖം എല്ലാം കൊണ്ടും. അപ്പൊ ഇത്രയും ഞങ്ങൾ കാണുന്ന ഒരു പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ സ്ട്രെസ്ഡ് ഔട്ട് ഒരു ലൈഫാണ്. എപ്പോഴും ടൈം ആൻഡ് എനർജി സ്പെൻഡിങ് ഫോർ ഓൾ ദ കമ്മ്യൂണിറ്റി പീപ്പിൾ. അപ്പൊ അങ്ങനെ വരുമ്പം അങ്ങയുടെ ഈ യുവത്വം ഇത്രയും നാള് എന്ന് കണ്ടാലും ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കുകയാണ്. ഞങ്ങൾക്കൊക്കെ ഒരു വളരെ ആകാംക്ഷയുള്ള ക്വസ്റ്റ്യൻ, എനിക്ക് തോന്നുന്നു മറ്റു പലർക്കും ഈ സെയിം ക്വസ്റ്റ്യൻ കാണും. എങ്ങനെ ഇങ്ങനെ യുവത്വം തുടങ്ങുന്ന ഈ സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലും നടക്കാൻ പറ്റുക? അതുപോലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഈ പൊതുപ്രവർത്തനത്തിന്റെ ഇത്രയും വർഷം ഏറ്റവും ചലഞ്ചായിട്ട് അങ്ങേക്ക് തോന്നിയ ഒരു കാര്യം എന്താണ്? ഇത്രയും ചലഞ്ചായിട്ട് തോന്നിയ പൊതുപ്രവർത്തനത്തിലെ ഒരു കാര്യം, രണ്ട് കാര്യം. താങ്ക് യു സർ. ഒരു പത്രപ്രവർത്തകയാണ്, അതുകൊണ്ടാണ് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചത്. ഒന്ന്, എനിക്കധികം പ്രായമായിട്ടില്ല, എനിക്ക് വളരെ ചെറുപ്പമാണ്. ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല, അതാണ് എന്റെ പ്രധാനപ്പെട്ട കാരണം. നമ്മള് പ്രായമായി എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴാണ് ഈ കുഴപ്പം. നമുക്ക് പ്രായമായില്ല എന്ന് വിശ്വസിച്ചുകൊണ്ട് വളരെ ചുറുചുറുക്കോടെ എല്ലാവരും പ്രവർത്തിച്ചാൽ, ഇപ്പൊ 83 വയസ്സുള്ള ശശിനാരിയൊക്കെ തന്നെ രാവിലെ ഇവിടെ വന്നിരിക്കുകയാണ്, വൈകുന്നേരം വരെ. അപ്പം അതാണ് സ്പിരിറ്റ് വേണം. നമുക്ക് പ്രായമായിട്ടില്ല, നമ്മളെല്ലാവരും ചുറുചുറുക്കോടെ പ്രവർത്തിച്ചാൽ പ്രായമുണ്ടെന്ന് നമുക്ക് തോന്നില്ല. എനിക്ക് നിങ്ങളോടുള്ള അഡ്വൈസ് അതാണ്. എവരിബഡി ഷുഡ് ഫീൽ ദംസെൽസ് ആസ് യങ്, അല്ലേ സ്റ്റാൻലി? അങ്ങനെ പ്രവർത്തിച്ചാൽ ഒന്നും ഉണ്ടാവില്ല, നമ്മള് വളരെ ഊർജ്ജസ്വലമായി തന്നെ പ്രവർത്തിക്കാൻ കഴിയും. പിന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി ചലഞ്ചസ് വരും, അതൊക്കെ നമ്മൾ നേരിടുക. ചലഞ്ചസ് ഇല്ലാത്ത ആർക്കാണ്? എല്ലാവർക്കും. ദൈവത്തിന് പോലും ചലഞ്ചസ് ഉണ്ടായിട്ടുണ്ട്, അല്ലേ? അപ്പൊ അതുകൊണ്ട് ചലഞ്ചസിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഒരു സംഭവം പറയാൻ പറഞ്ഞു. ഒരു സംഭവം ഈ അടുത്ത കാലത്തുണ്ട്, ഞാൻ എൻ്റെ ഫേസ്ബുക്കിൽ എഴുതിയിരുന്നു. നമ്മുടെ തോമസ് ചാഴിക്കാടൻ്റെ ബ്രദർ ഞാനുമായിട്ട്, ബാബു ചാഴിക്കാടൻ ഞാനും കൂടി ഒരുമിച്ച് തെരഞ്ഞെടുപ്പ് കോട്ടയത്ത് പ്രവർത്തിക്കാൻ മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഇടിവെട്ടേറ്റ് രണ്ടുപേരും മരിച്ചെന്നാണ് ആൾ കരുതിയത്. ഏതായാലും എനിക്ക് മരിക്കേണ്ട സാഹചര്യമായ സമയമായില്ലെന്ന് തോന്നുന്നു, അതുകൊണ്ട് അന്ന് മരിച്ചില്ല. ആ സംഭവം എൻ്റെ മനസ്സിലെ ഇപ്പോഴും ഞെടുക്കുന്ന ഒന്നാണ്. ബാബു ചാഴിക്കാടൻ അവിടെ വെച്ചാണ് അന്തരിക്കുന്നത്. അങ്ങനെയാണ് ഇവരൊരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത്, തോമസ് ചാഴിക്കാടൻ ജയിക്കുന്നത്. അപ്പൊ എന്നെ എതിർക്കുന്നവരോട് ഞാൻ പറയണേ, ഇടി വെട്ടിട്ട് ചത്തില്ല, പിന്നെ എന്നെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ ഇടി വെട്ടിട്ട് ചാവാത്ത ആളിനെ പിന്നെ കാലിൽ വ്യാജപ്പെല്ലാം പറ്റും. അപ്പൊ അതുകൊണ്ട് അവരുടെ ആത്മധൈര്യം എനിക്കതുകൊണ്ട്. ഏതായാലും നല്ല ചോദ്യമാണ് ചോദിച്ചത്, പ്രത്യേകം നന്ദി.